അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രിയങ്കരായ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അഭിവന്യരായ പ്രവാസി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്നൊരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ നാം ഏവരും നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ലൈവ് സെഷനിലേക്കാണ് മഹത്തായ ഹദ്ദാദ് പാരായണത്തിന് ശേഷം നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചില യാത്രാനുഭവങ്ങളാണ് നമുക്കിന്ന് ലഭിക്കാനിരിക്കുന്നത്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ കൂടിയായ ഡോക്ടർ സുബൈർ ഹുദവി ചേകനൂര്, അദ്ദേഹത്തെ പലരും അറിഞ്ഞിരിക്കും. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം ഡൽഹിയിൽ 8 വർഷക്കാലത്തോളം ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുകയും അവിടുന്ന് തന്നെ ഡോക്ടറേറ്റ് നേടുകയും അതിനുശേഷം ദാറുൽ ഹുദയിൽ രജിസ്ട്രാറായി മറ്റു സേവനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്തായി കഴിഞ്ഞ 18-ാം തീയതി അദ്ദേഹം ബീഹാറിലൂടെയും ബീഹാറിന്റെ മണ്ണിലൂടെ അദ്ദേഹം ഒരു യാത്ര നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബംഗാളിൽ അദ്ദേഹം യാത്ര നടത്തി. അതിന്റെ എല്ലാം അവിടുത്തെ മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിംകളുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ വിശാലമായിട്ട് തന്നെ നമ്മോട് സംസാരിക്കും. നിങ്ങൾ എല്ലാവരും തന്നെ വളരെ സജീവമായിട്ട് ഇതിലിടപെടുകയും ചോദിക്കുകയും കൂടുതൽ അല്പം വിശദീകരിച്ച് പിന്നെ ചോദ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഉസ്താദ് ഒരു അഭിപ്രായം പറഞ്ഞത്. എങ്ങനെയായാലും നിങ്ങൾ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യം ക്ഷണിക്കുന്നു. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും വേണ്ടി ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. എല്ലാവർക്കും ക്ലിയറായി കേൾക്കുന്നുണ്ടോ എന്നുള്ള ഒന്ന് പ്രതികരണം കിട്ടിയാൽ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാന്യരെ, ഞാൻ ഒരു യാത്രാ വിവരണം എന്നൊക്കെ ആണ് ലത്തീഫ് ഹുദവി പരിചയപ്പെടുത്തിയത്. സത്യത്തിൽ ദാറുൽ ഹുദയുടെ ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദാറുൽ ഹുദയുടെ പദ്ധതി നമ്മളെല്ലാവരും ഏറ്റെടുക്കുകയും അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്യുക എന്നതാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സമ്മതം മൂളുന്നതിന് തന്നെ കാരണമായത്. അത് എത്രമാത്രം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, അതിന്റെ എത്രമാത്രം ആവശ്യകതയുണ്ട് എന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ മാസം സ്വയം ബോധ്യപ്പെടാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന ഒരു ദൃഢനിശ്ചയം എടുക്കാനും സത്യത്തിൽ കഴിഞ്ഞ മാസം ബീഹാറിലെ കിഷൻഗഞ്ച് എന്ന് പറയുന്ന 75% മുസ്ലിങ്ങൾ താമസിക്കുന്ന കിഷൻഗഞ്ച് എന്ന് പറയുന്ന ജില്ലാ ആസ്ഥാനത്ത് ഒരു കോളേജ് നടത്തുന്ന ഇൻസാൻ സ്കൂൾ ആൻഡ് കോളേജ്, അതിന്റെ ഒരു 45-ാം വാർഷികത്തിന് വേണ്ടി പോയപ്പോൾ ഉൾക്കൊണ്ടു അതിന്റെ കൂടി ഒരു സന്ദേശം പ്രിയപ്പെട്ട സഹോദരന്മാരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഏകദേശം കുറച്ച് സമയം മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബംഗാളിലെ ബീർഭൂം ജില്ല സംസാരിക്കുന്നതിന്റെ ഏകദേശം ദാറുൽ ഹുദയുടെ പദ്ധതിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ഹുദവി ആനക്കര, ഷാഫി ഹുദവി, അതുപോലെ തന്നെ അബ്ദുൽ മജീദ് ഹുദവി കരുവാരക്കുണ്ട് തുടങ്ങിയ ഒരുപാട് നമ്മുടെ ഹുദവി സുഹൃത്തുക്കളുമായി നിരന്തരമായി സംസാരിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ
അവരൊക്കെ പറയുന്ന നമ്മൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും നമ്മൾ അവരെയൊക്കെ ഇതിന്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളുകയും ഉൾപ്പെടുത്തുകയും അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്ത് ഇതിനെ നമുക്കൊക്കെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളിലൊക്കെ ഉള്ളത് എന്നതുകൊണ്ട് അതിനെ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ ബംഗാളിൽ കഴിഞ്ഞ ഏകദേശം ഇതിന്റെ തറക്കല്ലിടുന്നതിന്റെയും 2 മാസം മുമ്പ്, നോമ്പിന്റെ 1 മാസം മുമ്പാണ് ബംഗാളിൽ പോയത്. അതിന് ശേഷം ബംഗാളിൽ പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ബംഗാളിൽ നിരന്തരമായിട്ട് അവിടുന്നുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ബംഗാളിൽ ഇപ്പോ നമ്മുടെ പ്രവർത്തനം ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമുക്ക് വേണ്ടിയിട്ട് കൈമാറിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഗവൺമെന്റ് കോടതി മുഖേന നടക്കേണ്ടതുള്ളതിനാൽ കാലാകാലത്തിനും അതൊരു പ്രശ്നമില്ലാതെ നിൽക്കേണ്ട ഒരു വസ്തുതായത് കാരണം അതിന്റെ ഒരു കോടതികൾ മുഖേനയാണ് രജിസ്ട്രേഷൻ പോകുന്നത് കൊണ്ടാണ് അതിവിടുത്തെ പൂർണ്ണമായ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കാതെ 5-6 മാസം പിടിക്കും. പക്ഷെ ഇപ്പോഴവിടെ ഒരു 20 രീതിയിലുള്ള ഒരു 6 ക്ലാസ് റൂമിന്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവര് ഈ 5 ഹുദവികളുണ്ട്. അവിടെ 3 മലയാളി ഹുദവികളും നേപ്പാളിൽ നിന്നുള്ള ഒരു ഹുദവിയും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ഉറുദു ഹുദവിയും അവിടെ അങ്ങനെ 5 ഹുദവികളാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നാട്ടുകാരായ പണിക്കാരൊക്കെ ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടക്ക് നമ്മുടെ ചില സഹോദരന്മാർ അവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴടുത്ത് കോടമ്പുഴയിൽ നിന്നുള്ള ഒരു 5-6 സഹോദരന്മാർ, അവിടെ നിന്നുള്ള ഒരാളാണ് സത്യത്തിൽ 1.5 കോടി രൂപ അതിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വിറ്റിട്ട് 1.5 കോടി രൂപ ദാറുൽ ഹുദയുടെ ബംഗാൾ പ്രൊജക്റ്റിലേക്ക് സംഭാവന ചെയ്തത്. അപ്പോൾ ഈ ആളുകളുടെ ഒരു സംഘം അവിടെ പോയിരുന്നവരുടെ അനുഭവം ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ ബംഗാൾ പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിരന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് കൂടുതൽ സപ്പോർട്ട് വാങ്ങുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. ഇപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടുള്ള തണുപ്പ് കാരണം കുറെ കുട്ടികൾ പഠിക്കാൻ വരൽ നിർത്തിയിരിക്കണം. അതോടുകൂടെ തന്നെ അവിടെ ഇപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ധാന്യത്തിന്റെ പള്ളിയുള്ള കാരണം സാധാരണ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ പോലും നിസ്കാരം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച് ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് എന്നോട് പറഞ്ഞത് ഇപ്പൊ തൽക്കാലം കുറെ ആൾക്കാർ നിസ്കരിക്കാൻ വരൽ നിർത്തിച്ചിട്ടുണ്ട്. ഒരാളോട് പറഞ്ഞപ്പോൾ ഞാൻ 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വരാം, കാരണം ഇപ്പോ ധാന്യത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പള്ളിയേക്ക് പോണ വഴിയിൽ കൊയ്ത്ത് വേദി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിർത്തിവെച്ചപ്പോൾ തൽക്കാലം അവർ പണി നിർത്തിയാലും പള്ളിയേക്കൊന്നും വന്നില്ല. പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ പണി തുടങ്ങി. ആ ഒരു സാഹചര്യമാണ് അവിടെ. എന്നാലും അൽഹംദുലില്ലാ കുറെ കുട്ടികൾ ഇപ്പോൾ അവര് പ്രധാനമായിട്ടും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ വർക്കിനോട് കൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് മദ്രസകൾ തുടങ്ങാൻ സാധിച്ചു. 3 സ്ഥലത്ത് പ്രധാനമായിട്ട് തുടങ്ങിയത് ഇപ്പൊ 2 സ്ഥലമായി ചുരുങ്ങി. 2 സ്ഥലമായി ചുരുങ്ങിയതിലെ ഒരു സ്ഥലം അവിടെ ഒരു ഇമാം സാഹിബായിരുന്നു 350. അവിടെ ആദ്യം വളരെ 35ഓളം കുട്ടികളായിരുന്നു ഇമാം സാഹിബിന്റെ അടുത്ത് മദ്രസയിൽ വന്നിരുന്നത്. പിന്നെ ഇവർ ചെന്നപ്പോൾ ഒരു 180ഓളം കുട്ടികൾ വന്നു. അപ്പൊ ഇവർക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും ഇമാമാർക്ക് ഉണ്ടാകുന്ന ഒരു ഞാൻ സ്വന്തം നടത്തിക്കൊണ്ട് എന്ന രീതിയിൽ പറയുകയും അയാൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ബാക്കി 2 സ്ഥലത്ത് ദാറുൽ ഹുദയുടെ പ്രോജക്ട് നടക്കുന്ന ബീർഭൂം എന്ന് പറയുന്ന, ഞാൻ വിചാരിക്കുന്നു എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കേൾക്കുന്നതിന്റെ പ്രത്യേകിച്ച് ഇതൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടാവില്ല. എല്ലാവരും കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് ഓക്കെ അടിച്ചാൽ ഓക്കെ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അന്ന് ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ തുടരുകയാണ്. അപ്പൊ ഇപ്പൊ അവിടെ ഒരു 6 ബാച്ചുകളിലായിട്ട് എന്താണ് കൃത്യമായിട്ട് അവിടെ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു അറിയലൊരു ആവശ്യമാണല്ലോ. അപ്പൊ ഭയങ്കര തണുപ്പാണ് ഞാൻ പറഞ്ഞു. അതുപോലെ അവിടെ ഇപ്പൊ കൊയ്ത്തിന്റെ സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ മുഴുവൻ കുട്ടികളും വരുന്നില്ല. ചെറിയ കുട്ടികളടക്കം പാടത്ത് പണിക്ക് പോകുന്ന സ്കൂളൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ട് പണിക്ക് പോകുന്ന ഒരു അവസ്ഥ ഉള്ളത്. അപ്പൊ എന്നാലും അവർ അൽഹംദുലില്ലാ 350ഓളം കുട്ടികൾ ഇവരുടെ 6 ബാച്ചിലായിട്ട് 3 സമയത്തായിട്ട് നടത്തുന്ന ക്ലാസ്സുകളിൽ, പള്ളിയിൽ വെച്ച് നടത്തുന്ന ക്ലാസ്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇവരുടെ സ്കൂളിന്റെ ക്ലാസ്സിനനുസരിച്ചാണ് കാറ്റഗറി ആക്കിയിട്ടുള്ളത്. കാരണം വയസ്സനുസരിച്ചിട്ട് ആക്കാൻ പറ്റൂല. അപ്പോ ഈ വയസ്സനുസരിച്ച് ആക്കാതിരിക്കാൻ കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 10 വയസ്സായ കുട്ടി 2ാം ക്ലാസ്സിലുണ്ടാകും, പിന്നെ അങ്ങനെ പല കാറ്റഗറിയിലുള്ളത്. അപ്പോ ഇവർക്ക് ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആദ്യമായിട്ട് അവർ പഠിക്കുക അറബി അക്ഷരം. 3 തരത്തിലാണ് അവർ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അറബി അക്ഷരം പഠിപ്പിക്കുന്നു, പിന്നെ കുറച്ചൊരു അരമണിക്കൂർ ഒരു ചെറിയ സൂറത്തുകൾ കേട്ടിട്ട് പഠിപ്പിച്ചു കൊടുക്കും, കാണാതെ പഠിക്കാൻ. പിന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ആമുഖങ്ങൾ, ഇതിനെ കുറിച്ച് ചെറിയ ചെറിയ ഇസ്ലാം കാര്യം അങ്കാര്യം ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ 2ാമത്തെ സ്റ്റേജിൽ ഇവർക്ക് ഖുർആൻ നോക്കി ഓതാൻ ഇതൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് കുറച്ചൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ നേരത്തെ
നേരത്തെ പറഞ്ഞു ഒരു ഭാഷമാരൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയുള്ളത്. മദ്രസ വിദ്യാഭ്യാസം തീരെ മക്തബുകൾ എന്ന് പറയുന്ന സംവിധാനം വളരെ ശോചനീയമായ അവസ്ഥയാണ് മതവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ളത്. ഒന്നുള്ളത് അവിടുത്തെ ഹിഫ്ള് കോളേജുകളാണ്. ഹിഫ്ള് കോളേജുകളിൽ നിന്നാണ് പള്ളികൾക്ക് ഇമാമുമാരെ കിട്ടുന്നത്. പിന്നെ മദ്രസകൾ എന്ന് പറയുന്ന അവരുടെ ഉന്നത മതപഠന സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അവിടെ ഉന്നത മതപഠനം എന്നുള്ളതൊക്കെ വളരെ പരിതാപകരമാണ്. ഇനി അവർക്ക് ആകെ 2 നേരമാണ് ഭക്ഷണം, ഉച്ചക്കും രാത്രിയും ആകെ 2 നേരമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. വളരെ ദാരിദ്ര്യമുള്ള ഒരു അവസ്ഥയിലാണ് മദ്രസകളൊക്കെ ഉള്ളത്. മക്തബ് എന്ന സംവിധാനം മറ്റു പല സ്റ്റേറ്റുകളിലൊക്കെ മക്തബുകൾ കാണാറുണ്ട്. സാധാരണ ഉന്നത മതപഠനം കിട്ടില്ലെങ്കിലും ഒന്ന് ഖുർആൻ നോക്കി ഓതാനും വായിക്കാനുള്ള ഒരു അവസരമൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടെ ബംഗാളിൽ പൂർണ്ണമായും മക്തബ് എന്ന് പറയുന്ന സംഗതി തന്നെ നശിച്ചിട്ടുള്ള ഒരു ഇതാണ്. അവിടെ ഓരോ ഗ്രാമങ്ങളിലൊക്കെ ചെന്നിട്ട് നമ്മുടെ അബൂബക്കർ സിദ്ദീഖിനും അവിടുത്തെ മറ്റു ഉദവിമാർക്കൊക്കെ ഉള്ള അനുഭവം. പല ഗ്രാമങ്ങളിലും മക്തബ് എന്ന് പറഞ്ഞ സംവിധാനം. അപ്പൊ കുട്ടികൾക്ക് ഖുർആൻ വായിക്കാനുള്ള അറബി അക്ഷരം പഠിക്കാനുള്ള ഒരു സാഹചര്യം പോലുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വളരെ ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് സ്റ്റേജ് പിന്നിടുമ്പോഴേക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ബംഗാളിൽ, കേരളത്തിൽ നമ്മുടെ മദ്രസ സംവിധാനം പോലെയുള്ള ഒരു മദ്രസ സംവിധാനം, മക്തബ് സംവിധാനം, അവിടെ മക്തബ് എന്നാണ് വാക്കാണ് അതിന് ഉപയോഗിക്കുക, സംവിധാനം വ്യാപകമായി ബംഗാളിൽ കൊണ്ടുവരിക. അതിനുള്ള ഒരു ചെറിയ പ്രവർത്തനം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അതിനാവശ്യമുണ്ട്. ഒരു ചെറിയ പ്രവർത്തനം നമ്മുടെ സംസ്ഥയുടെ ഉറുദു പുസ്തകവും മലയാള പുസ്തകവും അത് കിട്ടാവുന്നത്ര പ്രാഥമിക മദ്രസ സംവിധാനങ്ങളിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കിതാബുകളൊക്കെ ഉപയോഗിച്ച് ബംഗാളിന്റെ സംസ്കാരവും അവിടുത്തെ മുസ്ലിങ്ങളുടെ ചിന്തയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായ ആദ്യമായി അതിൽ ഉറുദുവിൽ പുസ്തകം രൂപപ്പെടുത്തുകയും അതിനുശേഷം അതിനെ മൗലാനമാരുടെയൊക്കെ സഹായത്തോടെ, ബംഗാളി മൗലാനമാരുടെ സഹായത്തോടെ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബംഗാളി ഭാഷയിൽ അവിടുത്തെ മദ്രസ പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ അവർ ഏർപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുക ഇതൊക്കെ ചെയ്തിട്ട് അവർ ആ പുസ്തക രചനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അത് രചിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ബുക്ക് ഡിപ്പൊക്കെ നടത്തിയിട്ട് നമ്മൾ അവിടെ നമുക്കതിന് സൗജന്യമായിട്ട് വിതരണം ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കാനും. കാരണം വളരെ ദരിദ്രം അവരെ അങ്ങേയറ്റം അവിടുത്തെ കുറിച്ചിട്ട് അവിടുത്തെ സാമൂഹിക മതവിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു അവർ ഒന്നായിട്ട് ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടി, ഒരുപാട് കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് 2 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ഉദവി ചോദിച്ചു, നിങ്ങൾക്ക് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ ആരാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോ കുറെ കുട്ടികൾ ആർക്കൊന്നും അറിയില്ല. ലാസ്റ്റ് ഒരു കുട്ടി, കുറച്ച് ബുദ്ധിയുള്ള ഒരു കുട്ടി പറഞ്ഞത്ര, ചിലപ്പോ ഏതായാലും ചോദിക്കുന്ന ആളാവില്ല. അപ്പൊ അപ്പുറത്ത് ഷാഫി ഉദവി ഇരിക്കുന്നുണ്ട്. ഷാഫി ഉദവിനെ ചൂണ്ടിയിട്ട് അതാണ് ഓ ഹസ്രത്തെ എന്ന് പറഞ്ഞു. ഇതുപോലത്തെ വളരെ നമുക്ക് വേദനയും സങ്കടവും തമാശയും തോന്നിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് സത്യത്തിൽ അവരുടെ മതബോധത്തെ കുറിച്ചിട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ അറിവില്ലായ്മയും ദാരിദ്ര്യവും പല ആളുകളും അവരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആളുകളും അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളവരോട് ആദ്യം നമസ്കാരം നോമ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ആദ്യം ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണം. അവർക്ക് ദാരിദ്ര്യമാണ് അവരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ധാന്യം ഹാർവസ്റ്റിന്റെ ഒരു സമയത്ത്, കൊയ്ത്തിന്റെ ഒരു സമയത്ത് എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കാൻ പോലും ഒഴിവാക്കിയിട്ട് കൊയ്ത്തിന് പോകുന്ന അത് പ്രധാനമായി കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴവിടെ ഉള്ളത്. അപ്പോ ഈ ഒരു സാമൂഹികമായ സാഹചര്യം, മതപരമായ പിന്നോക്കാവസ്ഥ, ഇതിനുള്ള പരിഹാരങ്ങളാണ് അവർ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞു നമ്മളെ കോടമ്പുഴയിലെ സുഹൃത്തുക്കൾ അവിടെ പോയി. അപ്പോൾ നമ്മളൊക്കെ ചെന്നപ്പോഴുണ്ടായിരുന്ന ബീർഭൂമിലും അവിടെയൊക്കെ പോയപ്പോൾ, ബീർഭൂം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ബംഗാൾ ജില്ലയിലെ കൽക്കത്ത വിട്ടാൽ, കൽക്കത്ത താരതമ്യേന ഭേദപ്പെട്ട മുസ്ലിങ്ങൾ താമസിക്കുന്ന താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ മുസ്ലിങ്ങൾ താമസിക്കും. കൽക്കത്തയെ ഒരിക്കലും തന്നെ ബംഗാളിനുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. കൽക്കത്തയിൽ അധികവും നിങ്ങൾക്ക് പറതവെക്കട്ട ഒരുപാട് ആളുകളെ കാണാം. അത് പുറത്തുനിന്ന് വന്ന ഒരുപാട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം സമൂഹം, ബിസിനസ്സുകാർ ഇതൊക്കെ ഒരുമിച്ച് കൂടിയിട്ടാണ് കൽക്കത്തയിലെ മുസ്ലിം സമൂഹം രൂപപ്പെടുന്നത്. ഏകദേശം 50% ഔദ്യോഗിക കണക്ക് പ്രകാരം 50%-ലധികം കൽക്കത്തയിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ്. കൽക്കത്തയുടെ പുറത്ത് നിങ്ങൾക്ക് പർദ്ദയോ മഫ്തയോ അങ്ങനത്തെ സംവിധാനമൊന്നും കാണില്ല. മുസ്ലിങ്ങളൊക്കെ വളരെ ദരിദ്രമായ രീതിയിലും അതേപോലെ തന്നെ ഔറത്തൊക്കെ ഒന്നും അറിയാത്ത രീതിയിലൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കുളങ്ങൾ കുഴിക്കാൻ സഹായം ചെയ്തു കൊടുക്കും. അതുകൊണ്ട്
എല്ലാ സ്ഥലത്തും ഒരു ഗ്രാമത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് പ്ലോട്ടുകളിൽ കുളങ്ങൾ കാണാം. റോഡിന്റെ സൈഡിലൊക്കെ കുളം കുത്തിയതായിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ആണും പെണ്ണൊക്കെ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറയില്ലാതെ കുളിക്കുന്ന ഒരു അവസ്ഥ കാണാം. അപ്പൊ ഇവരുടെയൊക്കെ വീടുകളിൽ കക്കൂസോ ബാത്റൂമോ ഒന്നുമില്ല. അപ്പൊ ഇവര് പോയിട്ട് കണ്ടിട്ട് ഇപ്പൊ അവര് ഏറ്റവും അടുത്തിപ്പോ പോയ നമ്മുടെ കൊടമ്പുഴയിലെ നമ്മുടെ സഹോദരന്മാർ ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സ്ഥലം തരികയാണെങ്കിൽ, പബ്ലിക്കായ സ്ഥലത്ത് സ്ഥലം തരികയാണെങ്കിൽ 10 ബാത്റൂം നിർമ്മിച്ച് നൽകാമെന്നവർ ഏറ്റിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ട് അവർ ചെയ്തത് പള്ളിയിലെ ഇമാം സാഹിബിന്റെ വീട്ടിൽ, ഇമാം സാഹിബ് താമസിക്കുന്ന കോമ്പൗണ്ടിൽ ഏകദേശം 50ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ 50ഓളം ആളുകൾ താമസിക്കുന്നിടത്ത് പോലും ഒരു ആൾക്ക് ഇവർക്ക് ബാത്റൂമോ കക്കൂസൊന്നുമില്ല. ഇമാം സാഹിബ് ഉപയോഗിക്കുക പള്ളിയിലെ ബാത്റൂമും കക്കൂസ് ഉപയോഗിക്കും. ഇമാം സാഹിബിന്റെ ഭാര്യ രാത്രി എപ്പോഴെങ്കിലും പറമ്പിൽ പോകും. ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ പോകുന്നതിനൊന്നും സമയമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവർ ആദ്യമായിട്ട് ചെയ്തത് ഇമാം സാഹിബിന്റെ ആ കോമ്പൗണ്ടിൽ ഒരു ബാത്റൂം, നമ്മളുടെ കേരളത്തിലുള്ള സിസ്റ്റം പ്രകാരമുള്ള ഒരു ബാത്റൂമും ഒരു കക്കൂസും ഒന്നിച്ചുണ്ടാക്കി കൊടുക്കുന്ന ആ ആളുകൾ ഉപയോഗിക്കാം. അപ്പൊ ഇമാം സാഹിബിനെ കണ്ടാൽ ബാക്കിയുള്ളവർ പിൻപറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മുമ്പ് കേരളത്തിൽ നമ്മളൊരു 30-40 വർഷം 30 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പറമ്പിലാണ് പോയിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആളുകളെ കക്കൂസിന്റെയും ലാറ്ററിന്റെയും ഉപയോഗം പഠിപ്പിക്കാൻ വേണ്ടി ഡെൻമാർക്കിൽ നിന്ന് ടീം വന്നിരുന്നു. അവര് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി കക്കൂസ് ഉണ്ടാക്കി എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ കഴുകണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് സത്യത്തിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അവരുമായി സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സമൂഹത്തിന് ചെയ്തു കൊടുക്കേണ്ടത്. വെറും നിസ്കരിക്കാനും നോമ്പ് നോക്കാനും പറഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യം അതിന് യോഗ്യമല്ലെങ്കിൽ അവർ ചെയ്യൂല. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ആവശ്യം ഇപ്പൊ ഒരു കൊടമ്പുഴയിലെ സഹോദരന്മാര് കുറ്റിയടിച്ചിട്ടാണ് പോകുന്നത്. ഇമാം സാഹിബിന്റെ വീട്ടിലെ കോമ്പൗണ്ടിൽ ബാത്റൂമും കക്കൂസും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണം കൊടുത്ത് കുറ്റിയടിച്ചിട്ട് അതിന്റെ പുറത്ത് ഇപ്പോ ഇമാം സാഹിബിന്റെ വീട്ടുകാർ ഇപ്പോ കൊയ്ത്തിൽ മുഴുകിയിരിക്കുകയാണ്. കഴിഞ്ഞാൽ അത് നടത്തും. അപ്പോ ആ ഒരു സാഹചര്യം, അപ്പൊ പറ്റാവുന്ന ഇത്രയൊക്കെ കക്കൂസും ബാത്റൂമും ഒക്കെ ഉണ്ടാക്കാൻ. ഇപ്പൊ വേറൊരു സുഹൃത്ത് മജീദ് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും കുറച്ച് ടീമിനോട് ഇവിടെ മാക്സി പ്രചരിപ്പിക്കാൻ വേണ്ടി പറയണം. അവർ വളരെ ആവശ്യം എന്ന് പറഞ്ഞാൽ പലരും ബ്ലൗസ് പോലും ധരിക്കാതെ സാരി മാത്രം, ഇവരുടെ ചുരിദാർ കഴിഞ്ഞ പിന്നെ സാരിയാണ് അവരുടെ ഓപ്ഷൻ. സാരിയാണ് മിക്കവാറും ആളുകൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കാലം ധരിക്കുന്നത്. പലരും ബ്ലൗസ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ബ്രാവ് ഒക്കെ ലക്ഷറിയാണ്. ഞാനൊരു ഇതില്ല, പലരും അതൊരു ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. അവർ കാണുന്നത് അത്രയും അങ്ങനത്തെ ദരിദ്രമായിട്ട് ജീവിക്കുന്ന സാഹചര്യം. അവളത്ത് മറക്കാതെ തലേന്ന് മറക്കുന്ന ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് കാണില്ല. ഇപ്പൊ അവർ പറയുന്നു ഇപ്പൊ ഇവരെ കുറച്ചുകാലം അവിടെ നിന്നപ്പോ ഇവരെ കാണുമ്പോൾ തലയിലൊന്ന് മറച്ചിടുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ അമുസ്ലിങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ വളരെ ഇത് ഭേദപ്പെട്ട ബംഗാളിലെ ഞാൻ നേരത്തെ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, കൽക്കത്തയിലേക്ക് പോകാതെ അതാണ്. ബംഗാളിലെ ഏകദേശം ഭേദപ്പെട്ട ഒരു ജില്ലയെക്കുറിച്ചാണ്. മാൽഡയും മുർഷിദാബാദും ഇസ്ലാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വളരെ ഇതിനേക്കാളും മോശമായ അവസ്ഥകളാണുള്ളത്. ഭേദപ്പെട്ട ബീർഭൂം ജില്ലയിലെ അവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നതാണ് ഇപ്പൊ ബീർഭൂം ജില്ലയിലെ അവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരന്മാരവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവര് PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. PSC അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ ബംഗാളി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഇപ്പൊ അവർ പറഞ്ഞ ആദ്യം ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പൊ ബംഗാളി ഭാഷയുടെ ബുദ്ധിമുട്ട് കാരണം അത് ഒരു തൽക്കാലം ഇപ്പൊ ഒക്കെ സിദ്ദീഖ് ഉദവി പറഞ്ഞു റാപ്പിഡെക്സിന്റെ ബംഗാളിയിൽ ഭാഷയും കൂടി ഉപയോഗിച്ചിട്ടുള്ള ഒരു റാപ്പിഡെക്സിന്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി അവർ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ അവർ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ഉത്തരവാദിത്തം ബംഗാളിലെ ഓരോ പ്രദേശത്തുനിന്നും, ബംഗാളിലെ ബീർഭൂമിൽ തുടങ്ങിയതിനു ശേഷം സത്യം പറഞ്ഞാൽ ദാറുൽ ഹുദക്ക് ബംഗാളിന്റെ തന്നെ വിവിധ ജില്ലകളിലെ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഭൂമി വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തരണം, മതപഠനം നടത്താനുള്ള സൗകര്യം ചെയ്തു തരണം എന്നെല്ലാം പറയുന്ന ഒരു കാഴ്ച നിരന്തരമായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. പല ഹ്യൂമൻ റിസോഴ്സിനെയും ഉപയോഗപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് അതിന് പിന്നാലെ കൂടി വലിയ പ്രോജക്റ്റുകൾ ചെയ്യേണ്ട വലിയ സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമാണ്. ഒരുപാട് ആളുകളുടെ സപ്പോർട്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിപ്പോ ഈ കൊടമ്പുഴയിലെ സഹോദരന്മാർ പോയതുപോലെ എപ്പോഴെങ്കിലും ഒരു സംഘം ആളുകൾ നമ്മളുടെയൊക്കെ സൗകര്യമൊക്കെ മാനിച്ച്, പ്രത്യേകിച്ചും സഹോദരന്മാർ എപ്പോഴെങ്കിലും ലീവിന് വരുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ അവിടെയൊക്കെ ഒന്ന് പോയി അവരുടെ കൂടെ കൂടിയിട്ട് ഒന്ന് സേവനം ചെയ്യാനെങ്കിലും ഒരു താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ ആയിരുന്നു കോടമ്പുഴന്ന് പോരുന്നത്. പ്രവാസികളുണ്ടായിരുന്നു. അവരൊക്കെ ലീവിന് വന്ന ആളുകളൊക്കെ ഒരാഴ്ച നീക്കി വെച്ചിട്ട് അവരവിടെയൊക്കെ പോയി കണ്ടു. കൽക്കത്ത അതൊക്കെ ഒന്ന് കണ്ടിട്ട്, കൽക്കത്തയിൽ നിന്നും ഏകദേശം ഒരു അര ദിവസത്തെ യാത്രയുണ്ട് ബീർഭൂമിലെത്താൻ. അപ്പോൾ അതൊക്കെ ഒരു സബിന്റെ ഭാഗമാണ്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു മഹല്ലുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു മഹല്ലിനെ ഏറ്റെടുക്കുക.
നമ്മുടെ മഹല്ലിൽ ഒരുപാട് പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല മഹല്ലിലും എക്സസ് ആയിട്ടുള്ള പണമുണ്ട്, പണം ആവശ്യമില്ലാതിരിക്കുന്നു. അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു മഹല്ലിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്കൂളും ഒരു മദ്രസയുള്ള ഒരു സ്കൂള്, ഒരു പറ്റുവാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഒരു മഹല്ല സംവിധാനം സെറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു മഹല്ലിനൊരു മഹല്ലുകളെ ഏറ്റെടുക്കാം, ചില വ്യക്തികൾക്ക് ചില സ്ഥലങ്ങൾ ഏറ്റെടുക്കാം. സാമ്പത്തികമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ അവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയതിനേക്കാളും കൂടുതൽ ആളുകൾ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ഇന്നലെ മനോരമ കൊടുത്ത ഒരു ചെറിയ പഠനപ്രകാരമുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക, അപ്പോഴൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് അതിൽ വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന ആളുകൾക്ക് അവിടങ്ങളിലൊക്കെ ഇൻഡസ്ട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഗവൺമെന്റ് ഇതുവരെ 35 വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിജെപിയുടെ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്, ഇനി ബിജെപിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഈ മുസ്ലിം ഗ്രാമങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ ഇപ്പൊ നാർഹുദയുടെ ആളുകൾ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും ശരിയല്ല. കാരണം അതിന്റെ പിന്നിൽ സാമ്പത്തികമായ താല്പര്യമാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പിന്നിൽ എന്നുള്ളത്. ഇതിന്റെ പിന്നിൽ പോകുന്ന മറ്റൊരുപാട് ആളുകൾക്ക് ഇതിന്റെ പല രീതിയിലാണ് നമുക്ക് ഇതിന്റെ സന്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കുക. അവിടുത്തെ ഒരു ആളുകൾക്ക് ആദ്യം പറഞ്ഞ പോലെ അവർക്ക് നിസ്കാരം പഠിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് ജീവിത സാഹചര്യമായിരിക്കും പിടിപ്പെടുക. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പല മേഖലയിൽ ക്രിസ്ത്യാനികളാവുന്നു, പല മേഖലയിൽ മിഷണറി പ്രവർത്തനവും ആര്യ സമാജത്തിന്റെ പ്രവർത്തനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ബീഹാറിലാണ് സത്യത്തിൽ കഴിഞ്ഞ മാസം പോയി എന്ന് പറഞ്ഞത്. അവിടുത്തെ ഒരു ഇൻസാൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു ബീഹാറിലെ സർ സയ്യിദ് എന്നറിയപ്പെടുന്ന ഒരു ആളുടെ നടത്തുന്ന കഴിഞ്ഞ 45 വർഷമായി നടത്തുന്ന ഒരു സ്കൂളിലെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് അതിൽ ബീഹാറിൽ പോയത്. ബീഹാറിൽ കിഷൻഗഞ്ച് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് കിഷൻഗഞ്ച്. ഇവിടെ 4 MLA-മാരാണ് ആകെയുള്ളത്. അതിലത്തെ ഒരു MLA-യുമായിട്ട് അക്തറുൽ ഈമാൻ എന്ന് പറയുന്ന RJDയുടെ MLA-യുമായിട്ട് സംസാരിക്കാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് സംസാരിക്കാനുള്ള, ഒരു രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിക്കാനുള്ള സൗകര്യം ലഭിക്കുകയുണ്ട്. അവർക്ക് നൽകുന്ന അവിടെ നിന്നുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളോട് പറഞ്ഞാൽ കിഷൻഗഞ്ച് ജില്ലയിലെ ബീഹാറിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് കിഷൻഗഞ്ച്. അത് നേപ്പാൾ ബോർഡറിനോടും ബംഗ്ലാദേശ് ബോർഡറിനോടും ബംഗാളിന്റെ ബോർഡറിനോടും അടുത്ത് കിടക്കുന്നു. ഭൂട്ടാനിലേക്കും അധികം ദൂരമല്ലേ അവിടുന്ന്. അപ്പൊ ഈ കിഷൻഗഞ്ച് ജില്ലയിൽ ആകെ ഗവൺമെന്റ് നടത്തുന്ന 16 ഹൈസ്കൂളുകളാണുള്ളത്. ആകെ ഗവൺമെന്റ് നടത്തുന്ന 16 ഹൈസ്കൂളുകൾ. എനിക്ക് എന്റെ ഗ്രാമത്തിൽ നിന്ന് എന്റെ കുട്ടിയെ അയക്കാൻ 20 സ്കൂളുകളിലധികം സൗകര്യങ്ങളും ചാൻസുകളുമുണ്ട്. 16 സ്കൂളുകളാണ്. ആ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് വർഷമാണ് തുടങ്ങിയത്. ഒരു പോളിടെക്നിക് 2 വർഷം മുമ്പാണ് തുടങ്ങിയത്. അതന്നെ ഗവൺമെന്റ് എല്ലാം പ്രൈവറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസപരമായി ഒരു സ്കൂൾ പോലും ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ, 126 ഗ്രാമപഞ്ചായത്തുകളാണ് കിഷൻഗഞ്ച് ജില്ലയിലുള്ളത്. ഈ 126 ഗ്രാമപഞ്ചായത്തുകൾക്ക് ആകെ 25 പബ്ലിക് ഹെൽത്ത് സെന്ററുകളും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണുള്ളത്. താലൂക്കിൽ പോലും വേണ്ട രീതിയിൽ ഒരു ഹോസ്പിറ്റലില്ല. അവിടെ അക്തറുൽ ഈമാൻ എന്ന് പറയുന്ന MLA പറഞ്ഞത് ഈ 126 പഞ്ചായത്തുകളിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സംവിധാനങ്ങളിൽ ഒരൊറ്റ ലേഡി ഡോക്ടർ മാത്രമാണുള്ളത്. അഥവാ ഗൈനക്കോളജിസ്റ്റായ ഒരൊറ്റ ലേഡി ഡോക്ടർ മാത്രം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സംവിധാനമോ എഡ്യൂക്കേഷൻ സംവിധാനമോ വാട്ടർ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇത്രയും വർഷമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഇവിടുത്തെ വളരെ കോൺട്രഡിക്ഷൻ എന്ന് പറയാവുന്ന സംഗതി കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടുത്തെ MLA ഒരു BJP-കാരനായിരുന്നു. അപ്പോ ഇങ്ങനെ എന്താണ്, ഏത് രീതിയിലാണ് വളരേണ്ടത്, എങ്ങനെയാണ് എന്നുള്ള ആരും ഒരു മുന്നോട്ടുള്ള ഒരു ധാരണയോ ഒന്നും കൊടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതന്മാരെയും മതത്തിന്റെ ആളുകളെയും അവർക്ക് കാണുന്നത് അലർജിയാണ്. കാരണം അവരൊക്കെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരും ആരും തന്നെ മാതൃകായോഗ്യരായ ആളുകളോ പരസ്പരം സഹായം നൽകുന്നവോ ദീനിനു വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യാൻ അത് അവർക്കൊരു തൊഴിലായിട്ട് കാണുന്ന ആളുകൾ. ഒരുപാട് ഗുണ്ടകളുടെ കയ്യിലാണ് സത്യത്തിൽ അവിടങ്ങളിലൊക്കെ ജനങ്ങളുടെ ജീവിതം. ശരിക്കും പുഴുക്കളെ പോലെ ജീവിക്കുന്ന ആളുകളെ ടൗണുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പന്നികൾക്കും നായകൾക്കും ഇടയിൽ ഇങ്ങനെ ജീവിതം അരിഷ്ടിച്ചു തീർക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജറ്റിക്കായ ആളുകൾ ഒരു ഉദവിമാരെ കൊണ്ട് മാത്രം, ഉദവിമാരെ പരമാവധി ആവശ്യമാണ്, ഉദവിമാരെ മാത്രം കൊണ്ട് ചെയ്യാവുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞാൽ സ്കൂളുകൾ, മിഷണറി സ്കൂളുകൾ സ്ഥാപിക്കലാണ് അവർ 100 വർഷം മുമ്പ് ചെയ്തത്. 100 വർഷം മുമ്പ് മിഷണറി സ്കൂളുകൾ അവർ സ്ഥാപിച്ചു വ്യാപകമായിട്ട്. മുസ്ലിം ഗ്രാമങ്ങളെ അവർ സമർത്ഥമായി ഇതിൽ നിന്ന് ഒഴിവാക്കി. ഇല്ലെങ്കിൽ മുസ്ലിം ഗ്രാമങ്ങളിൽ കിഷൻഗഞ്ചിലെ തന്നെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് മുസ്ലിങ്ങൾ പോലും ഇടിച്ചു കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടങ്ങളിലൊക്കെ
വളരെ മിഷനറി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്കൂളുകൾ സ്ഥാപിക്കുക, അവിടങ്ങളിൽ നല്ല ആളുകളെ ശമ്പളം കൊടുത്ത് തന്നെ ചെയിൻസ് ഓഫ് സ്കൂളുകൾ സ്ഥാപിച്ചാൽ തന്നെ എത്ര ആളുകൾ എത്ര കാലം പണിയെടുത്താലും തീരാത്തത്ര മേഖലകൾ അവിടെ വിശാലമായിട്ട് കിടക്കുകയാണ്, അത്രയും ആളുകൾക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് ആളുകൾ, സേവന സന്നദ്ധരായ ഒരുപാട് ആളുകൾ ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്താൽ അവർക്ക് വളരെ താല്പര്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇൻസാൻ കോളേജിലെ കുട്ടികളുമായിട്ട് ഒരു 3 മണിക്കൂർ ഇന്ററാക്ഷൻ നടത്തുകയുണ്ടായി. അവർക്ക് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അനുഭവം തന്നെ ഒരു ആൾ വന്നിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ക്ലാസ്സും ഒരു കരിയർ എഡ്യൂക്കേഷൻ ഗൈഡൻസ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നത്. അതിലുള്ള ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇത് ആവശ്യമാണ്, ഞങ്ങളുടെ ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ രീതിയിൽ ഒരുപാട് ആളുകൾ വിടാതെ ഒരുപാട് മണിക്കൂറുകളോളം പിന്നീട് അവർ സ്വകാര്യമായ ചർച്ചകളിലും സൗഹൃദ സംഭാഷണങ്ങളിലും മുഴുകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അവർക്ക് കൊടുത്താൽ അവർ സ്വീകരിക്കാനും മതത്തെ പിന്തുടരാനും ഒക്കെ താല്പര്യമുള്ളൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അവർക്ക് നിലവിൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ആളുകൾ അവർക്ക് ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയോ സാമൂഹികമായ ജീവിത സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയോ അവർക്ക് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ ചെയ്തില്ല എന്നതുകൊണ്ടാണ് ഇത്രയും ദുരിതപൂർണമായ ഒരു അവസ്ഥയിൽ പുഴുക്കളെ പോലെ നമ്മുടെ സഹോദരന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആസൂത്രിതമായിട്ടും വളരെ സേവന സന്നദ്ധതയോടെയും മറ്റുള്ള താല്പര്യങ്ങളൊന്നുമില്ലാതെ, പ്രശസ്തി, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ തുടങ്ങി മറ്റുള്ള താല്പര്യങ്ങളൊന്നുമില്ലാതെ ഈ ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. നമുക്കൊക്കെ പല രീതിയിൽ നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ആളുകളെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ, ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ, ഒരു 10 പുസ്തകം അടിക്കാൻ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു നാട്ടിൽ മദ്രസ നടത്താൻ, ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തുക. കഴിയുന്ന ആളുകളെ നമുക്ക് സ്കൂളുകൾ നടത്താൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഇൻഡസ്ട്രികൾ നടത്താൻ കഴിയുന്ന ആളുകൾ, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയുന്ന ആളുകൾ, അവിടുത്തെ ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തനം ചെയ്യാം. വളരെ പ്രധാനമായി അവിടുത്തെ ജനങ്ങൾക്ക് മതവിദ്യാഭ്യാസവും മതബോധവും, അവർക്ക് ഭൗതികമായ മേഖലയിൽ മതപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രധാന പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ചെറിയ പ്രവർത്തനമാണ് സത്യത്തിൽ ദാറുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും എല്ലാ നിലക്കുമുള്ള സഹായസഹകരണങ്ങൾ അത് ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമായിരിക്കും കൂടുതൽ നല്ലതെന്ന രീതിയിൽ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ദാറുൽ അറബി സൈറ്റിനെ കുറിച്ച് ചോദിച്ചു. അറബിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൈറ്റ്, അറബിയിൽ മാത്രമുള്ള ഒരു സൈറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അറബിക്ക് കണ്ടന്റ് ഉടനെ അപ്ലോഡ് ചെയ്യുക, അതിന് പ്രോസ്പെക്ടസിലുള്ള അറബിക് പ്രോസ്പെക്ടസ് സൈറ്റിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്ന് ഇതിനു വേണ്ടിയിട്ട് അറിയിക്കും. ഞാൻ അതിന്റെ പേരിൽ കൂടുതൽ ചെയ്യേണ്ടത് അത് അറബിന്റെ കാര്യം അത് പ്രത്യേകം അറിയിക്കാൻ വേണ്ടിയിട്ട്